സ്കൈലൈൻ GTR രണ്ടെണ്ണം ബുക്കാട്ടി ബോളിയുടെ ട്രഷറന്റ് കിട്ടി അവസാനം. ഇതാണ് ട്രഷറന്റ് മോഡൽ. ഇത്തവണ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. രണ്ട് F1 മോഡൽ വന്നിട്ടുണ്ട്. ബ്രോങ്കോടെ ഒറ്റ പീസേ ഉള്ളൂ. ഇത് കിട്ടുന്നവന്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഹോട്ട് വീൽസിന്റെ LKs വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ ഇറക്കുമെന്ന് പറഞ്ഞാൽ ഇറക്കിയിരിക്കും. ഇത് നമ്മൾ MRPക്ക് തന്നെയാണ് കൊടുക്കാൻ പോണത്. എന്തായാലും ഇതിലെ ഏതൊക്കെ മോഡൽസ് ഉണ്ട് നമുക്ക് തുറന്നു നോക്കാം. എന്തായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. റൂമല്ലത്. അതെ അതെ, കാശൊന്നും നോക്കിയില്ല, ഞാൻ അവന്റെ റൂം അങ്ങോട്ട് വാടകയ്ക്ക് എടുത്തു. വീശി എറിഞ്ഞു. ഇതിലെറിഞ്ഞതുപോലെ എത്ര കേസുകളിലാണ് ഞാൻ എറിഞ്ഞേക്കണത് അറിയോ? അറിയില്ല നിനക്ക്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്യാം. ഇതിൽ ഏതൊക്കെ കാറ് കാണുന്നതെന്ന് ഞാൻ എക്സൈറ്റഡ് ആണ് നല്ല രീതിക്ക്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ തൽക്കാലം വേറെ ഒന്നും കിട്ടിയില്ല, കത്തിലൊന്നും കിട്ടാത്തതുണ്ട്. ഇവന്റെ റൂമിൽ ചാവിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആദ്യം നമ്മള് കൈകൊണ്ട് മുറുക്കി ഇങ്ങനെ മൊത്തം ബബിൾ റാപ്പ് ഒക്കെ ഇങ്ങനെ മാറ്റും. അത് കഴിഞ്ഞ് പിന്നെ അതായത് ഒരു റൂം വാടകയ്ക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂമിന്റെ താക്കോല് വെച്ച് മുറിക്കുക. ഇത് അതിലാണ് എന്റെ പ്രതീക്ഷ. റൂം വാടകയ്ക്ക് എന്ന് പറയുമ്പോഴേക്കും ഇതെല്ലാം എന്റെ സ്വന്തമാണ്. അതെ, ഇങ്ങനെ ബബിൾ റാപ്പ് കളയാണ് ഐശ്വര്യമായിട്ട്. എല്ലാ മോഡൽസ് ഉണ്ടാവണേ ദൈവമേ. തന്നെ വലിയ നടക്കും. ഒരു കത്രികെങ്കിലും വെക്കരുത് ഇവിടെ. ഒരു പെട്ടിയും കൂടി ഉണ്ട് കേട്ടോ. ഓ ശരി. ഓ സത്യമായിട്ടും നല്ല പാക്കിങ്. ഇത് ഒരു പെട്ടിയുടെ അത് വേറെ പെട്ടി, അത് രണ്ട് ബബിൾ റാപ്പ്. വേറെ പെട്ടിയുണ്ട്. ഇതൊക്കെ എങ്ങനെ അറിയണേ? ഔട്ടർ പെട്ടി പയ്യെ പൊട്ടിക്ക്. അകത്തെ പെട്ടിക്കൊന്നും പറ്റരുതല്ലോ. ഇതൊക്കെ എടുത്തു ആവശ്യം വരും. ഒരു പാക്കിങ് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. മുന്നേ മേടിച്ച കേസിന്റെ പോലെയല്ല. മുന്നേ മേടിച്ചത് തട്ടിക്കൂട്ടായിരുന്നു. തട്ടിക്കൂട്ടിന്റെ ഫലം നമ്മൾ അനുഭവിക്കുകയും ചെയ്തു. അത് പലതും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ചില്ലറ പൈസയല്ല ലോക്കായി കിടക്കണത്. പക്ഷെ അതിന്റെ ഇടയിലും നമ്മള് ഈ ഒരു കേസ് എടുത്തു. സാധനം വന്നു, എടുത്തു. എടാ ഇത് പെട്ടി പൊട്ടിക്കാൻ തന്നെ സമയം കൂടെ പോകുന്നുണ്ട് കേട്ടോ. ആകെ കിട്ടിയിരിക്കണത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ചാവിയാണ്. എക്സ്പെൻസീവ് തിങ്സ് ടേക്ക് ടൈം. ഓക്കേ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അല്ല ഇവിടെ LKs കാണുന്ന ബബിൾ റാപ്പിന്റെ തിളക്കം കാരണം കാണുന്നില്ല. ഞങ്ങൾ പയ്യെ തിരിക്കുക. കാട്ട് തെറിച്ചുകൊണ്ടല്ലോ. കൂളിംഗ് ഗ്ലാസ് എനിക്കൊരു വീക്ക്നെസ് അതറിയാലോ. അതും പോയി. സോറി, ഇതിപ്പോ നാലാമത്തെയാ അടിച്ചു മാറ്റിയത്. കൂട്ടുകാരനായി പോയില്ലേ, വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അടുത്ത ബബിൾ റാപ്പ്. ഇതിനകത്ത് ബോക്സ് ഉണ്ടാവരുത്. ശരി, ഇത് ബോക്സ് ഇല്ല, ഇത് കറക്റ്റാ. നല്ല പാക്കിങ് കേട്ടോ. എടാ ശരിക്കും പെട്ടിയപ്പോ ഇങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത്. എടാ പാക്ക് ചെയ്തേക്കുന്നല്ല, ഇത് കമ്പനിന്ന് വരുന്ന പാക്കേജിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ, ഈ സ്റ്റാപ്ലർ ഉണ്ട്. ഇവിടെ രണ്ട് സ്റ്റാപ്ലർ ഉണ്ട്. ഇത് തുറന്നേ കാണിച്ചത്. രണ്ടും ഒട്ടിച്ചിട്ട് വന്നേക്കാം. ഒരു പീസ് കറക്റ്റ് ആയിരുന്നു, പക്ഷെ അടുത്ത പീസ് ഇത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ തന്നെ കൊണ്ടുപോകും കേട്ടോ. അപ്പൊ ഇങ്ങനെ നല്ല ഈ ടാഗ് എന്തിന്റെ അത് അവർക്ക് ഷിപ്പായി വന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് മറ്റുള്ളെന്തേലും. നമുക്ക് വന്നത് ഇങ്ങനൊന്നല്ല, വെറുതെ ഒരു ബബിൾ റാപ്പിൽ അങ്ങോട്ട് ഇങ്ങനെ തിരിച്ച് സാധനം വന്നു മുന്നത്തെ പ്രാവശ്യം. പക്ഷെ ഇത് അത്യാവശ്യം നല്ല പാക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാ മോഡൽസ് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സന്തോഷായി.
കൂളിംഗ് ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ കണ്ണീന്ന് വെള്ളം വരുന്നുള്ളതുകൊണ്ടാ എടുക്കാത്തത്. എന്താ എന്താ പോലെ ഒരു എന്താ 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 എന്തൊക്കെ ആദ്യമായിട്ടാ നല്ലൊരു നല്ലൊരു കറക്റ്റ് കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് എക്സാക്ട്ലി വരുന്ന പാക്കിങ്. ഒറ്റ അടി. മറ്റേന്ന് വെച്ചാൽ ഇവിടെ ഒരു അടി, ഇവിടെ വേറെ അടി, അങ്ങനെയായിട്ടാണ് കഴിഞ്ഞ ബോക്സ് വന്നത്. അവിടെയാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയത് കാര്യങ്ങൾ. പക്ഷെ എന്തായാലും നമ്മളിപ്പോ ഓപ്പൺ ചെയ്യുവാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കീയുടെ ഉപയോഗം തീർന്നിരിക്കുകയാണ്. കീഴ എന്തൊക്കെ പോയിട്ടുണ്ട് ഇനി റൂം അവൻ എന്തിന്, ഇതെല്ലാം എനിക്ക് സ്വന്തം. മറ്റേ സാധനം പറഞ്ഞത് ഇതാ നിനക്കും 50-50. പക്ഷെ നിനക്ക് പെട്ടി പൊട്ടിക്കത് കണക്കൊക്കെ നമുക്ക് പിന്നെ ഏർപ്പാടാക്കാം. LKG കാർസ് ആണ് വന്നേണത്. ഓരോന്നും വെച്ചെടുക്കാം, 3 വെച്ചെടുക്കാം നമുക്ക് എന്തായാലും. ദൈവമേ, അതിനെ ഡട്സന്റെ സണ്ണി കൂപ്പെ ബാക്കിയെല്ലാം ഫാൻസീസ് ആണ് വരുന്നത്. ഇതന്നെ അത് കഴിഞ്ഞ് എടാ മോനെ, KKസിൽ വന്നോണ്ടിരുന്ന BMW M4 GT3 അതേപോലെ തന്നെ മസ്റ്റാ മിയാറ്റ്, ഇതും KKസിൽ ഉണ്ടായിരുന്നു. നിസാന്റെ മാക്സിമ ഡ്രിഫ്റ്റ് കാർ, സ്കൂൾ ഐറ്റംസ്, ഇതെല്ലാം കൊള്ളാം. പയ്യെ ഓരോന്ന് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി, ഇവിടെ സ്ഥലം ഉണ്ടാവും എനിക്ക് തോന്നാനുള്ള സാധനങ്ങളൊക്കെ തീർത്തി പിടിക്കില്ല, എല്ലാം പതിയെ. അടുത്തത് വരുന്നത് ഫിയറ്റ് പോണ്ടിയാക്ക്. ഇതും കഴിഞ്ഞ KKസിൽ ഉണ്ടായിരുന്നു ഈ പോണ്ടിയാക്ക് എന്ന പീസ്. ബാക്കി 2 ഫാൻസീസാ. പിന്നെ വരുന്നത് സ്ക്രീമിലെ ഫാൻസി, അതും ഇതല്ല ഫാൻസീസാ. വരട്ടെ ഡോഡ്ജ് വൈപ്പർ GTS, ആസ്റ്റൺ മാർട്ടിൻ GT3, ട്യൂൺഡ് സൂപ്ര. ഇതും കഴിഞ്ഞ KKസിൽ ഉണ്ടായിരുന്ന പീസാണ്, ട്യൂൺഡ് സൂപ്ര. കുറെ മോഡൽ KKസിൽ തന്നെ വന്നിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ വരുന്നത് പഴയ KKസിൽ ഉണ്ടായിരുന്ന ഡട്സൺ സണ്ണി കൂപ്പെ, അടുത്ത ട്യൂൺഡ് സൂപ്ര, അടുത്തത് ഹിൽമേഡ്. പിന്നെ വരുന്നത് ക്യാമാറോ, ഇതും KKസിൽ ഉണ്ടായിരുന്നതാണ്. മസറാട്ടി ഷമാൽ, ഇതും KKസിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ പുതിയ ഫാൻസീസ് തോന്നുന്നു. അത് കഴിഞ്ഞ് വരുന്നത് അടുത്ത ക്യാമറ ഡ്രിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കഴിഞ്ഞ KKസിൽ. ഇത് കുറെ മോഡൽസ് KKസിൽ തന്നെ മോഡൽസ് വരുന്നുണ്ട്. ഇത് കൂപ്പ മോഡലാണ്. അടുത്ത് നോക്കാം നമുക്ക്. അപ്പൊ ഈ കേസില് ഇല്ല, കുറെ മോഡൽസ് ഇങ്ങനെ കേറി വരും. അത് മുന്നത്തെ കേസിലേക്ക് കയറി വരും. ഡാർക്ക് നൈറ്റിന്റെ ബാക്ക് മൊബൈൽ പുതിയത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ചാടിപ്പോലെ അത് കിട്ടും. TH ഏതാണോ? TH ഏതാ നമ്മൾ നോക്കണം. ഞാൻ നോക്കിയില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇതെന്തേ കോർവെറ്റ്, സ്റ്റേറ്റ് കോർവെറ്റ്. ഇതെല്ലാം ഫാൻസീസാ. ഒരു റാക്ക് കഴിഞ്ഞ്. അപ്പൊ അടുത്ത റാക്ക് നമ്മൾ എടുക്കാണ്. കൂടുതൽ മോഡൽസ് നമ്മൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബുള്ളിക്കോട്ട്, ഡാർക്ക് നൈറ്റിന് മൊബൈൽ പുതിയത് വരുന്നുണ്ട് ഇഷ്ടംപോലെ. മൂന്നാമത് അത് കാണാൻ നല്ല രസമുണ്ട്. കാണും മുന്നത്തെ വെറുതെ വന്നതിനേക്കാളും മോഡൽ നോക്കി. റെഡ് ഗ്ലാസും അതിന്റെ ടയേഴ്സിലായാലും റെഡ് ഒരു റൗണ്ട് വരുന്നുണ്ടോ, അലോയിൽ വരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തത് വരുന്നത് പങ്ക് റോഡ്. ഇത് വായിക്കൊള്ളാത്ത വേറെ ഉള്ളത് പെഡൽ ഡ്രൈവർ. ഇതിന്റെ ഇതല്ല TH നോക്കണം, ഇത് നോക്കാം.
സ്കൈലൈൻ GTR രണ്ടെണ്ണം. രണ്ട് GTR. കഴിഞ്ഞ കേസിലെ മെയിൻ മോഡലായിരുന്നു. കേസിലെ മെയിൻ മോഡലാണ് GTR. പക്ഷെ ഈ കേസിൽ വരുമ്പോഴേക്കും രണ്ടെണ്ണം വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതിനു വേണ്ടി തല്ലായിരുന്നു. സാധനം ഒരെണ്ണമല്ല ഉണ്ടായിരുന്നു, ഒരെണ്ണമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാനാ? ഇതെല്ലാം ഫാൻറ്റീസ് വരുന്നത്. സ്പൈഡർ മൂവില് ഇത് കഴിഞ്ഞ പീസിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടത്. ഫാൻസി ആണ്, പക്ഷെ സ്പൈഡർമാൻ്റെ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പീസാണ്. ഒരു ലൂസി ഡയർ വരുന്നുണ്ട്. പിന്നെ ഹോണ്ട പ്രിലൂഡ് വണ്ണം വരുന്നുണ്ട്. 98 സ്ട്രീറ്റ് ഷേക്കർ ഫാൻസി. ആൽഫ റൊമേറോ വരുന്നുണ്ട്. പിന്നെ 33 ഫോർഡ് ലൂബൈ. ഇത് 3 പീസസ് ആണ് വരുന്നത്. പിന്നെ അടുത്തത് നമുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ ആസ്റ്റൺ മാർട്ടിൻ. കഴിഞ്ഞ കേസില മെയിൻ മോഡൽസിൽ ഒന്നാണ് ആസ്റ്റൺ മാർട്ടിൻ. അത് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് F1 മോഡല്. ബുക്കാട്ടി ബോളിയുടെ. ഇത് എൻ്റെ ഇരിക്കുന്നത് സി കേസിൽ ഒരു പീസ് എൻ്റെ ഇരിപ്പുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവില്ല അഭിരാമിന്റെ സെക്ഷനില് ബുക്കാട്ടി ബോളിയുടെ. ഇവിടെ അവിടെ എവിടെയാന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും നല്ല രസമില്ല കാണാനായിട്ട്. കളർ കുഴപ്പമില്ല, വൈറ്റ് നല്ലൊരു കളർ. എൻ്റെ നീലായിരിക്കണത്. അടുത്തത് ലോട്ടസിന്റെ കോർണിറ്റ്. F1 ക്ഷാമം എന്തായാലും ഈ കേസിലില്ല. 2 F1 വന്നേക്കണത്, 2 GTR വന്നേക്കണത്, ലോട്ടസിന്റെ കാറും കോർണിറ്റ് വന്നിട്ടുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് നമ്മൾ എടുക്കാൻ പാടില്ല. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ആക്ച്വലി നമുക്കും കൂടി വേണ്ടിയാണ് എല്ലാ പ്രാവശ്യം നമ്മള് കേസ് ഇറക്കാന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വിചാരിച്ചു നമ്മൾ ഏത് മോഡൽ എടുത്താലും അതിനൊരു കോൺട്രവേഴ്സി ഉണ്ടാവും. നമ്മൾ ഏത് മോഡൽ നമ്മൾ നോക്കിയെടുത്താന്ന് പറയും. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു എന്താ പിന്നെ വേണ്ടത് കമ്മ്യൂണിറ്റിക്കായിട്ട് കൊടുക്കാൻ. നമുക്ക് പിന്നെ പയ്യെ അല്ലാതെ കളക്ട്. ഇപ്പൊ അല്ലാതെ ഒരു മോഡൽ അഭിരാമ കളക്ട് ചെയ്തായിരുന്നു. എനിക്ക് GTR ഇതിന് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നോണ്ട് നന്നായിരുന്നു. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ള ഇതാണ് മെയിൻ ആയിട്ട്. ഇതൊക്കെ ഫാൻസി മോഡൽസ് ആണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുക. യെസ്, സംടൈംസ്. 21 ഫോർഡ് ബ്രോങ്കോ. എന്റെ ബ്രോങ്കോന്റെ മാച്ച് ബോക്സില് ഒരു സെറ്റ് ഉണ്ട്. ബ്രോങ്കോ അതിലൊരു ഇത് നല്ല കാസ്റ്റിംഗ് ആയിട്ടുണ്ട്. പിന്നെ ടൊയോട്ട സ്പ്രിന്റർ. കഴിഞ്ഞ കേസിൽ ഇത് ഒറ്റ ഒരെണ്ണം വന്നു, ഒറ്റ ഒരെണ്ണം. പക്ഷെ ഇത് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ടല്ലോ. നല്ല ഡിമാൻഡ് ഉണ്ട്. കടന്നു പോകണല്ലോ വോൾവോടെ 250 ട്രിപ്റ്റുള്ള. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മെയിൻ മോഡൽസ് ഉണ്ട്. കഴിഞ്ഞ കേസിൽ 365 GT B4 ഫെറാറി 2 ഉണ്ട്. കഴിഞ്ഞ കേസിലെ പോലെ 2 കഴിഞ്ഞ കേസിൽ 2 ഉണ്ടായിരുന്നു. കഴിഞ്ഞ കേസിൽ 2 ഉണ്ടായിരുന്നാണ് എന്റെ ഓർമ്മ. എടുത്ത് നോക്കണം, ഒരു കേസോടെ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇത് നമ്മളെ MRPക്കാണ് എല്ലാം സെല് ചെയ്യാൻ പോണത്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാം ഒന്നുകൂടി ഈ ഒരു വരുന്ന മോഡൽസ് ആണ്. എല്ലാ മോഡൽസും എല്ലാവരും കണ്ടുവന്നിരിക്കണം. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു കേസ് മേടിച്ചപ്പോൾ നമ്മളെ നല്ല രീതിക്ക് നാട്ടുകാർ ഈ എടുത്തവന്മാർ സ്കാൽപ്പേഴ്സിനെ പഠിച്ച് നമ്മൾ ഡീലേഴ്സിനെ എടുത്ത് തന്നപ്പോൾ ഡീലേഴ്സ് അതിനേക്കാളും വലിയ സ്കാൽപ്പേഴ്സ്. അതായത് ഈ ലിറ്ററലി കള്ളന്മാരെ പഠിച്ച് പോലീസുകാരെ എടുത്ത് തന്നപ്പോഴേക്കും പോലീസുകാരെ അതിനേക്കാളും വലിയ കള്ളന്മാരെന്ന് പറഞ്ഞ ലൈനിലായി പോയി. നല്ല ഉദ്ദേശം, നല്ല ഉദ്ദേശം. ഓക്കെ, അല്ല ഒരു ഉപമ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു സെനറിയിൽ നമ്മൾ പൊട്ടിപ്പോയി. നമ്മുടെ ഒരു 10-13,000 രൂപ ലോക്കായി. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നിന്നാണ്, ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നമ്മൾ ഇനിയും ഇത് ഒരു പ്രാവശ്യം എന്തെങ്കിലും പണി കിട്ടി വിചാരിച്ചാൽ നമ്മൾ തിരിയരുതെന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത കേസ് ഇറക്കിയത്. അതും കേസ് പുതിയ ഡീലർ നമ്മളിരുന്ന് തപ്പി കണ്ടുപിടിച്ച് അടുത്ത ഡീലറിനെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് സാധനം മോഡൽസ് വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു കൊടുത്തോ. ഇതൊക്കെയാണ് ഈ പറയുന്ന മോഡൽസ് കാര്യങ്ങളുള്ളത്. ഇതില് TH ഒന്ന് നോക്കണം ഒരു സെക്കൻഡ്. കിട്ടിയോ നിനക്ക്? പക്ഷേ
ട്രഷർ ഹണ്ട് കിട്ടി അവസാനം. ഇതാണ് ട്രഷർ ഹണ്ട്. ഇതാണ് ട്രഷർ ഹണ്ട് മോഡൽ വരുന്നത്. ഇതാണ് സൂപ്പർ ട്രഷർ ഹണ്ട് വരേണ്ടിയിരുന്നത്. പക്ഷെ ഇതിനകത്ത് വേറെ സിമ്പലും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതെന്താന്ന് നോക്കേണ്ടി വരും. ഇതാണ് ഇനി വരുന്നത്. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ സൂപ്പർ ട്രഷർ ഹണ്ട് വരുന്നത്. എന്താടാ 2 GTR? ഈയിടെ കുട്ടാ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, കഴിഞ്ഞ കേസ് എടുത്തപ്പോൾ നമുക്ക് ഒരു GTR നഷ്ടമായിരുന്നു. പക്ഷെ ഈ കേസിൽ വന്നപ്പോ 2 GTR കിട്ടിയണേ. അല്ലക്ക് എത്ര പേര് എന്ത് അടിയായിരുന്നു ഒരു GTR കയ്യില്. ജാസ്മിന്റെ സ്വഭാവം നടക്കില്ല. അർജുന വിളിക്കണോ? ഓക്കെ. ഈ കാണുന്നതാണ് നമ്മൾ LKGയിൽ കാണിച്ച മോഡൽസ്. അപ്പൊ എല്ലാരും ഹാപ്പി ആയിരിക്കുന്നു, നമ്മളും ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ നമ്മുടെ സെയിൽസ് ഒക്കെ എവിടെ നടക്കുന്നത്? നമ്മുടെ സെയിൽസും കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ വാട്സ്ആപ്പ് ചാനലായിട്ടുള്ള ബ്ലിസ്റ്റർ ബേസ് സെയിൽസിലാണ് നടക്കുന്നത്. ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ എവിടെ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാ മോഡൽസും 2 വെച്ച് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം പലരും GTR പറ്റി ചോദിച്ചു, കൊടുക്കാൻ എന്തെങ്കിലും ഒരെണ്ണം ഉള്ളായിരുന്നു. ഇത്തവണ 2 വന്നിട്ടുണ്ട്. 2 F1 മോഡൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. തല്ലുവിടേണ്ട ആവശ്യമില്ല. പിന്നെ ഫെറാറിയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ. പക്ഷെ ബ്രോങ്കോടെ ഒറ്റ പീസുള്ളൂ. ഇത് കിട്ടുന്നവന് ഊട്ടി എന്നെനിക്ക് പറയാനുള്ളൂ. അതേപോലെ തന്നെ ഈ മോഡൽസ് ആസ്റ്റൺ മാർട്ടിന്റെ GT3, അതെ ഡോഡ്ജ് വൈപ്പർ GTS. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ സൈനിങ് ഓഫ് ഞാനുണ്ട്, പിന്നെ നമ്മുടെ അതെ എക്കാലത്തെയും ഹോട്ട് വീൽസ് കളറായ നാഷ് ഉണ്ട്. അപ്പോൾ സെയിൽസിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാണാനായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ബൈ ബൈ.